ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ദിവസം നമുക്ക് ഫീൽ ചെയ്യാറില്ലേ, ഒരു ദിവസം ഫുള്ള് ഇരുന്ന് ഞാൻ പഠിച്ചു, ഞാൻ കുറേ മണിക്കൂറൊക്കെ പഠിച്ചു, പക്ഷെ അവസാനം എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇത് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് കേട്ടോ. ഇത് എങ്ങനെയാണെന്നറിയോ? ഇപ്പം നമ്മളോട് വെള്ളം കുടിക്കാൻ പറയില്ലേ, അതുപോലാണ്. ഇപ്പം ഒരു ദിവസം നമ്മൾ ഇപ്പം വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം നിറച്ച് കുടിച്ചു, പിറ്റേ ദിവസം നമ്മൾ നിറച്ചും കുടിച്ചു, അടുത്ത ദിവസം നമ്മൾ ഹാഫേ ഫില്ല് ചെയ്തുള്ളൂ, പകുതി ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 10 ദിവസം നമ്മൾ, ചില ദിവസം നമ്മൾ ഒരു ക്വാർട്ടർ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുടിച്ചുള്ളൂ, ചില ദിവസം നമ്മൾ ഫുള്ള് കുടിച്ചു. സോ നമ്മളൊരു 10 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ കുടിച്ചു, പക്ഷെ എല്ലാ ദിവസവും നമുക്ക് അത്രയും നല്ലപോലെ വെള്ളം കുടിക്കാൻ പറ്റിയില്ല. പക്ഷെ എൻഡ് ഓഫ് ദോസ് 10 days യു സ്റ്റിൽ കെപ്റ്റ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ് അല്ലേ? അതേപോലെയാണ് നമ്മൾ നമ്മുടെ പല ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുന്ന കാര്യം. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ചില ദിവസം നമുക്ക് എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാൻ നല്ല മൂഡുണ്ടാവും. സോ നമ്മൾ നന്നായി സംസാരിക്കും, നല്ല പോസിറ്റീവായി സംസാരിക്കും. ബട്ട് സം ഡേ നമ്മൾ തന്നെ അങ്ങ് ബ്ലാക്ക് ഔട്ട് ആവുന്ന, നമ്മുടെ മൂഡ് കംപ്ലീറ്റ്ലി ഓഫ് ആയി പോകുന്ന ഡേ ഉണ്ടാവും. ആൻഡ് അപ്പോൾ അന്ന് നമുക്ക് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇനി ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, നമുക്ക് ആരോടും ഒന്നും പറയാൻ തോന്നുന്നില്ല. സോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യും, നമ്മളൊന്ന് സോൺ ഔട്ട് ആവും അല്ലേ? പക്ഷെ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും ഓക്കെ സംസാരിച്ചു. സി but end of the day you kept yourself on and you still communicated, right? അപ്പോൾ അതായത് ഇറ്റ്സ് ടോട്ടലി ഓക്കെ ടു ഫീൽ ദാറ്റ് വേ. ഇപ്പം നമ്മൾ പഠിക്കുന്ന കാര്യം വരുമ്പോഴും എല്ലാ ദിവസവും ഇപ്പം നമുക്ക് നമ്മുടെ 100% കൊടുക്കാൻ പറ്റണമെന്നില്ല. സം ഡേയ്സ് ഇറ്റ്സ് യുവർ 1%, സം ഡേ ഇറ്റ്സ് യുവർ 5%, സം ഡേ ഇറ്റ്സ് യുവർ 10%, ബട്ട് എൻഡ് ഓഫ് ഇറ്റ് ഓൾ യു സ്റ്റേഡ് കൺസിസ്റ്റന്റ്. ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ, നമ്മൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ, നമ്മുടെ പഠനത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അതായത് എൻഡ് ഓഫ് ഓൾ ദോസ് ഡേയ്സ് യു സ്റ്റിൽ സ്റ്റേഡ് കൺസിസ്റ്റന്റ്. എവറി ഡേ യു കുഡന്റ് ഗിവ് യുവർ ബെസ്റ്റ്, ബട്ട് യു ഡിഡ് സംതിങ്. ചില ദിവസം നമ്മൾ നല്ല പോലെ പഠിച്ചു, നമ്മൾ ചിലപ്പം നമുക്കൊരു ക്വിക്ക് 1 hour കൊണ്ട് വീഡിയോസ് ഒക്കെ കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും അല്ലേ? നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ചില ദിവസം 4-5 മണിക്കൂർ നമ്മൾ ഒരേ പേജ് തന്നെ ഇട്ട് ചിലപ്പോൾ വായിക്കും, എന്നിട്ട് നമുക്ക് സെറ്റ് ആവില്ല. ആൻഡ് ദാറ്റ്സ് ടോട്ടലി ഓക്കെ മൈ ചിൽഡ്രൻ, ബിക്കോസ് ഒരാളും അങ്ങനെ എല്ലാ ദിവസവും 100% പ്രൊഡക്ടിവിറ്റി കൊടുത്ത് പഠിച്ചു വരുന്നവരല്ല. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം എന്ത് കൊടുക്കാൻ പറ്റുന്നു അത് കൊടുക്കുക. ഇനി സം ഡേയ്സ് വാട്ട് ഹാപ്പൻസ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബുക്ക് തുറക്കുമ്പോഴേക്കും വേറെ എന്തൊക്കെയോ ചിന്തകളാണ്, നമ്മൾ സോൺഡ് ഔട്ട് ആണ്, നമുക്ക് പഠിക്കാനേ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കണം. എസ്പെഷ്യലി ഗേൾസിനൊക്കെ പീരിയഡ്സിന്റെ സമയത്തൊക്കെ ഇത് എപ്പോഴും വരുന്നതാണ്, മൂഡ് സ്വിങ്സ് വരും. ആൻഡ് നമുക്ക് കംപ്ലീറ്റ്ലി ബോയ്സിനും പല ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം വരെയാണ് നമ്മൾ എന്ത് ചെയ്യും? സി ഇഫ് യു കുഡന്റ് ഡു എനിത്തിങ് ദാറ്റ് ഡേ, എൻഡ് ഓഫ് ദാറ്റ് ഡേ അടുത്ത ദിവസത്തേക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഇങ്ങനെ പോയി കുഴപ്പമില്ല, പക്ഷെ നെക്സ്റ്റ് ഡേ ഞാൻ ഫിസിക്സിലെ ഈ ടോപ്പിക്ക് കവർ ചെയ്യും, അല്ലെങ്കിൽ ബയോയിൽ ഇത് കവർ ചെയ്യുന്നുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് അങ്ങ് പ്ലാൻ ചെയ്ത് പോവുക. ആൻഡ് ട്രസ്റ്റ് മീ, ദാറ്റ്സ് റിയലി ഗോയിങ് ടു ഗിവ് യു എ ഗുഡ് ഫീലിംഗ്. നിങ്ങൾ അന്ന് ഒന്നും ചെയ്തില്ലെങ്കിലും എൻഡ് ഓഫ് ദ ഡേ അറ്റ്ലീസ്റ്റ് ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള പ്ലാൻ ഉണ്ടാക്കിയല്ലോ, അത് നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ് തരുകയും ചെയ്യും. സോ എല്ലാ ദിവസവും ഇപ്പം നമുക്ക് നമ്മുടെ ഫുള്ള് കൊടുക്കണമെന്നില്ല, നമ്മുടെ 100% കൊടുക്കണമെന്നില്ല, പക്ഷേ ഇറ്റ് ഈസ് യുവർ ലിറ്റിൽ കൺസിസ്റ്റന്റ് എഫേർട്സ് ദാറ്റ്സ് ഗോയിങ് ടു ഗിവ് യു ദ റിസൾട്ട്സ് എൻഡ് ഓഫ് ഇറ്റ്. നമ്മുടെ ഈ ഫിറ്റ്നസ് എൻതൂസിയാസ്റ്റും ബോഡി ബിൽഡേഴ്സും അല്ലെങ്കിൽ അത്ലറ്റ്സും ഇവരൊക്കെ പറയുന്ന ഫേമസ് ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒളിമ്പിക് പിന്നെ റണ്ണേഴ്സും, ഇവരൊക്കെ പറയുന്ന കാര്യമുണ്ട്. എല്ലാ ദിവസവും ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫുള്ള് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് നല്ല വർക്കൗട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ബട്ട് യു സ്റ്റിൽ, ഈവൻ ഇഫ് യുവർ മൂഡ് ഇസ് ബാഡ്, യു നോട്ട് ഫീലിംഗ് ഗുഡ്, ഓർ യു നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്, യുവർ ബോഡി ഈസ് ഏക്കിംഗ്, ബട്ട് യു സ്റ്റിൽ ഷോ അപ്പ് ടു ദ ജിം ആൻഡ് യു ഷോഡ് അപ്പ് ദെയർ ആൻഡ് യു ഡിഡ് സംതിങ്, റൈറ്റ്? അപ്പം അങ്ങനെ അവരുടെ കൺസിസ്റ്റന്റ് എഫേർട്സ് ആണ് ലാസ്റ്റ് അവർക്ക് ആ നല്ല റിസൾട്ട്സ് അല്ലെങ്കിൽ നല്ല ആ വിക്ടറി കൊടുക്കുന്നത്. സോ നിങ്ങളുടെ സ്റ്റഡീസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ വിഷമിക്കരുത്, ചില ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ദിവസത്തെ പ്ലാൻ ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ഒരുപാട് ദിവസം അങ്ങനെ ആവുകയില്ല, നമുക്ക് ആ പ്രൊഡക്റ്റീവായിട്ട് മുമ്പോട്ട് പോകാനും പറ്റും. സോ ഐ വിഷ് യു ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. ഗുഡ് ലക്ക്.